പ്രശാന്ത് സർ, ഈ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമോ ഇല്ലയോ കോൺഗ്രസിലെ അണികൾക്ക് പോലും അറിയില്ല ഇക്കാര്യം, പിന്നെയാണ് നമുക്ക്. എന്തായാലും KC വേണുഗോപാൽ പറയുന്നു ഒരു നേതൃമാറ്റം അത്യാവശ്യമാണെന്ന്. കെ സുധാകരൻ പറയുന്നു യാതൊരുവിധ നേതൃമാറ്റത്തിന്റെ കാര്യവും കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ല എന്ന്. മാത്രമല്ല കെ സുധാകരൻ പറയാണ്, എന്നെ മൂലയ്ക്കിരുത്താൻ ശ്രമിക്കുന്നത് പാർട്ടിയിലെ ഒരു വിഭാഗമാണ്, എന്നെ അങ്ങനെയൊന്നും ഒഴിപ്പിക്കാൻ കഴിയില്ല, എന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന്. ഏത് വിധേനയും ഒഴിപ്പിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. അതായത് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ചിലർ എന്ന് വേണമെങ്കിൽ പറയാം. VD സതീശനൊക്കെ അതിന്റെ ഒരു ഓരം പറ്റി അതിനെ സപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരാൾ കൂടിയാണ്. എന്റെ ചോദ്യം പ്രശാന്ത് സാർ, നമ്മൾ ഈ സിനിമയിലും ട്രോളിലും ഒക്കെ കാണുന്ന പോലെ ഒഴിപ്പിക്കണമെങ്കിൽ ഹോമം വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണോ നിലവിൽ കോൺഗ്രസിൽ കെ സുധാകരനുള്ളത്? മന്ത്രവാദി ഇല്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസിനകത്ത്. ഒഴിപ്പിക്കണമെങ്കിൽ നല്ലൊരു മന്ത്രവാദി വേണം. ഇപ്പൊ ഇയാളെ പറ്റുന്ന മന്ത്രവാദി കേരളത്തിലും കേന്ദ്രത്തിലും ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. മനസ്സിലായി? ചോദിച്ചതിനുള്ള മറുപടി അങ്ങനെ പറയാൻ പറ്റുന്നത്. കാരണം നല്ല മന്ത്രവാദി അല്ലെങ്കിൽ നല്ല വ്യാജ് ഇറങ്ങി പോയിട്ടില്ല. വ്യാജ് ഈ മന്ത്രവാദിയെ കയറി അടിച്ചു. അപ്പം ഇദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ വളരെ കാലം കൊണ്ട് മാറ്റണമെന്നുള്ളൊരു തീരുമാനമാണ്. പുള്ളിക്ക് ഇത് മണത്തിട്ടുണ്ട്. കാരണം പുള്ളി യാതൊരു കാരണവശാലും മാറത്തില്ല എന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ളവരും പോയിട്ടുള്ളവരും മാറിയിട്ടുള്ളവരുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാതെ. സുധീരൻ എന്ത് ചെയ്യും? അവിടെ കണ്ട് വീട്ടിൽ പേരക്കുട്ടിയെ കളിപ്പിക്കുക. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഇടപാട് കയറുന്നു. ഇതിന് ശേഷം വന്നിട്ടുള്ള KPCC പ്രസിഡന്റുമാരുടെ എല്ലാ അവസ്ഥയും പറഞ്ഞാൽ പറഞ്ഞ പോലെ നമ്മൾ ആക്രിക്കടയെ കൊണ്ടുവന്ന് അവസാനം ആവശ്യമില്ലാത്ത സാധനം കൊണ്ടുവന്ന് ഉള്ള വിലയ്ക്ക് കൊടുത്തിട്ട് പോരുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം. അപ്പൊ ഇയാൾക്കും അറിയാം ഈ KPCC പ്രസിഡന്റ് കഴിഞ്ഞ് പുള്ളി ഒഴിഞ്ഞാൽ പുള്ളിയുടെ അവസ്ഥ ഷെഡിൽ കയറ്റുന്ന ഒരു അവസ്ഥയാണെന്നുള്ള കാര്യം പുള്ളിക്കറിയാം. അപ്പൊ പുള്ളി ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ ഇപ്പോഴേ ഒഴിയുന്നില്ല, എന്റെ അടുത്ത് ആരും ഒഴിയാൻ പറഞ്ഞിട്ടില്ല, അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ ഒഴിയണമെങ്കിൽ പിണറായി വിജയനെ ഇറക്കിയിട്ടേ ഒഴിയത്തുള്ളൂ. അപ്പൊ അടുത്ത കാലത്ത് എങ്ങും ഒഴിയണ്ടാണ്. പിണറായി വിജയനെ ഇറക്കിയിട്ടേ ഞാൻ ഒഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാല് പുള്ളിക്ക് മരിക്കും വരെ KPCC പ്രസിഡന്റായിട്ട് ഇരിക്കാം. കാരണം ഇത് കോൺഗ്രസിനെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. എന്റെ ഒരു നിരീക്ഷണത്തിൽ 2026 ഈ പിണറായി വിജയനെ മാറ്റി അല്ല LDF മാറ്റി കോൺഗ്രസിന് ഒരു മുന്നണി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഈ വിഷയം ഇല്ല. ഈ KPCC പ്രസിഡന്റിനെ മാറ്റി വേറെ KPCC പ്രസിഡന്റിനെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ താല്പര്യമാണ്. ഇവിടുന്ന് എനിക്കറിയാം പത്തനംതിട്ട MP ആന്റോ ആന്റണി, ഇയാൾ ആകപ്പാടെ ഉമ്മൻചാണ്ടിയുടെ കെയർ ഓഫിൽ നിന്ന് കോട്ടയം DCC പ്രസിഡന്റായിട്ട് വന്നിട്ട് അവിടെ നിന്നിട്ട് ഇയാൾ ഒരു MP സീറ്റും തരപ്പെടുത്തി 20 കൊല്ലം 4ാമത്തെ തവണ MP ആകുന്നു. ഇയാളെ കഴിഞ്ഞ ദിവസം K മുരളീധരൻ ചോദിച്ചതിന് എന്താ തെറ്റ്? KPCC പ്രസിഡന്റായിട്ട് വരുന്ന ഒരു നേതാവിനെ അത്യാവശ്യം കേരളത്തിലുടനീളമുള്ള കോൺഗ്രസ്സുകാർക്കെങ്കിലും അറിയണ്ടേ? നീതു അറിയാവോ? വേറെ ഒരാളുടെ പേര് പറയാൻ ആർക്കെങ്കിലും അറിയാമോ? അല്ല, K സുധാകരൻ എന്ന് പറയുന്ന ആളെ നമുക്ക് അറിയാമല്ലോ. ഏതെങ്കിലും അടൂർ പ്രകാശ് വന്നാലും നമുക്കറിയാം, നേരത്തെ MLA ആയിട്ടൊക്കെ. അപ്പൊ ഇത് ചില ആൾക്കാരുടെ താല്പര്യമാണ്. അല്ല, ആന്റോ ആന്റണി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പഴയതുപോലെ ഉമ്മൻചാണ്ടി വരുമ്പോ ക്രിസ്ത്യാനി ഇളകുന്നത് പോലെ, അല്ലെങ്കിൽ മാണിസാർ വന്നപ്പോ ക്രിസ്ത്യാനി ഇളകുന്ന പോലെ ഇളകത്തക്കോണമൊന്നുമില്ല. ഈ ക്രിസ്ത്യാനിയാണെന്നുള്ള കെയർ ഓഫിൽ സ്വന്തം പെണ്ണുമ്പിള്ള ഇലക്ഷൻ സമയത്ത് ബന്ധിക്കോസുകാരിയായ ബന്ധിക്കോസുകാരുടെ വോട്ടും പിടിച്ച ഇയാള് സമുദായത്തിന് എന്ന് പറഞ്ഞാൽ പള്ളിയത്തിനെ കൊണ്ട് അതിന് വോട്ടും പിടിച്ച് അയാൾക്ക് ജയിക്കാമെന്നുള്ളതല്ലാതെ ഇയാൾക്കൊന്നും ഒരു ഇളക്കവും വരുത്താൻ പറ്റത്തില്ല. അതിനകത്ത് ആ കാര്യം പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ ഗസറ്റി പരസ്യം ചെയ്യണം, KPCC പ്രസിഡന്റ് ആരാണെന്ന് അറിയണമെന്ന് K മുരളിയെ പറഞ്ഞാൽ ഞാൻ മുരളിയുടെ കൂടെ. മുരളി ഇപ്പം സുധാകരന്റെ കൂടെ. മുരളി ചോദിക്കോ എന്ന്, അയാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നില്ല ഇവരെല്ലാം വ്യാപകമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പാമ്പിച്ചവനെ എന്തിനാ കഴിഞ്ഞ 1 കൊല്ലം മുമ്പിൽ മത്സരിപ്പിച്ചു? 1 കൊല്ലം ആയിട്ടുള്ളൂ. തലയ്ക്ക് ഉള്ളില്ലാത്തവന്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓർമ്മ വശമുള്ളവനെ, അല്ലെങ്കിൽ കുഴപ്പമുള്ളവനെയൊക്കെ 5 കൊല്ലത്തേക്ക് MP ആക്കി വെക്കാനോ? ഇതിനെക്കാട്ടി വലിയ വലിപ്പത്തിലുള്ള ഒരു സംവിധാനം വലിയ ജനപ്രതി എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കാം, ലോകത്തെ ചെന്നിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം രീതി വർത്തമാനം പറയണം. അപ്പൊ ആ രീതിയിലേക്ക് ഇങ്ങനെ ഓർമ്മപ്രശ്നവും ആരോഗ്യ പ്രശ്നമുള്ളവരെ എങ്ങനെ പാർട്ടി, അപ്പൊ അതൊക്കെ ചുമ്മാതെ ഓരോരുത്തർ പറയുന്നതല്ല. ഇയാളെ മാറ്റുന്നതിന് വേണ്ടി ഇവിടുന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നതും, അല്ലെ KC വേണുഗോപാലിന്റെ താല്പര്യവും ഇതൊക്കെ KC വേണുഗോപാലിന്റെ ഒരു കളിയാ, അല്ല വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴത്തെ VD സതീശനകത്ത് പങ്കുണ്ട്. കാരണം KC വേണുഗോപാൽ അവിടുത്തെ പ്രാവശ്യം ഇയാൾ KPCC പ്രസിഡന്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇവരുടെ വിചാരം ഏതെങ്കിലും കാരണവശാൽ LDF മാറ്റി UDF അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ആവാൻ നിൽക്കുന്ന ആൾക്കാരെ ഇവരെല്ലാം. അതിനകത്ത് സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, ഈ പറയുന്ന സുധാകരനും താല്പര്യമുണ്ട്, താല്പര്യമില്ലാത്ത K മുരളീധരന് താല്പര്യമുണ്ട്. ഇപ്പൊ പിന്നെ പഴയ ഞാൻ പറഞ്ഞില്ലേ ഷെഡിൽ കയറ്റിയ വണ്ടിയെല്ലാം ഇറക്കി മത്സരിപ്പിക്കാൻ നോക്കുക. മുല്ലപ്പള്ളി വരുന്നുണ്ട്, സുധീരൻ വരുന്നുണ്ട്.
തിരുവനന്തപുരത്ത് നിന്ന് ശക്തൻ വരുന്നുണ്ട്. അപ്പൊ പഴയ ആൾക്കാരെല്ലാം കൊള്ളാവുന്നവരെ എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം 2026 ഭരണം പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി ആവാൻ തന്നെ 16 പേര് ഇപ്പൊ നിൽപ്പുണ്ട്. പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ MP ഉണ്ടല്ലോ, നമ്മുടെ ശശി തരൂർ, പുള്ളി അതിന് വേണ്ടി നിൽക്കുക. എനിക്ക് തോന്നുന്നു അവസാനം വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഞാൻ പറയും ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിക്കോളാം എന്ന് പറയുന്ന സാധ്യത വരെ ഉണ്ടോ എന്നാണ് എന്റെ ഒരു സംശയം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ MLA-മാരുടെ എണ്ണമാണ് ഈ കോൺഗ്രസിനകത്ത് നമ്മൾ പലവട്ടം കാണുന്നത്. MLA-മാർ ആളുടെ കൂടെ നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ അങ്ങനെയാണല്ലോ തീരുമാനിച്ചത്. രമേശ് ചെന്നിത്തലയെ മാറ്റിയിട്ട് MLA-മാർ കൂടുതൽ പ്രതിപക്ഷ നേതാവിന്റെ കൂടായിരുന്നു. അതിന് മുമ്പത്തെ പ്രാവശ്യം ഉമ്മൻചാണ്ടിയെ മാറ്റുന്നതിന് വേണ്ടി MLA-മാർ കൂടുതൽ രമേശ് ചെന്നിത്തല കൂടെ. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ബുദ്ധിപരമായിട്ട് വന്നു കഴിയുമ്പോൾ അയാൾക്ക് എണ്ണം കുറവാണെന്ന് രമേശ് ചെന്നിത്തല കൊടുത്തിട്ട് പോയതൊക്കെ അതുകൊണ്ട്. അതൊക്കെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് MLA-മാരെ അല്ലെങ്കിൽ നിയമസഭാ സീറ്റിൽ ആൾക്കാരെ മത്സരിപ്പിക്കുന്നതിനകത്ത് ഓരോ നേതാക്കന്മാരുടെ താല്പര്യം അനുസരിച്ച് അവരുടെ കൂടെ നിൽക്കുന്നവരെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി സീറ്റുകൾ തരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സുധാകരന് താല്പര്യമുള്ളവർ KPC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഇടപെടാൻ പറ്റും. സുധാകരന് താല്പര്യമുള്ളവരെ സുധാകരൻ മത്സരിപ്പിക്കും. സുധാകരന്റെ ഭാഗത്ത് കൂടുതൽ MLA-മാർ വന്നാൽ സുധാകരന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടും. അപ്പൊ ഈ KC വേണുഗോപാലിന് മേളിൽ നിന്ന് കെട്ടിയിറക്കി MLA ആവാനോ അല്ലെങ്കിൽ VD സതീശന് അതിന്റെ ഇടയ്ക്കൂടെ ഒരു MLA ആവാനല്ല മുഖ്യമന്ത്രി ആവാനോ, VD സതീശന് ഇടയ്ക്കൂടെ മുഖ്യമന്ത്രി ആവാനോ, രമേശ് ചെന്നിത്തലയ്ക്ക് ആവാനോ സാധ്യമാകാത്ത ഒരു അവസരം വരും. അപ്പൊ ഇതിന്റെ പുറത്ത് നിന്ന് ഒരു സാധ്യതയുമില്ല, ഇവനെ എല്ലാം അടിച്ച് വെളിയിൽ കളഞ്ഞാലേ മുഖ്യമന്ത്രി ആവാൻ പറ്റത്തുള്ളൂ എന്നുള്ള ധാരണയുള്ള ഹസനും അല്ലെങ്കിൽ ഈ മുരളീധരനും ഒക്കെ ഇപ്പൊ ഈ പറയുന്ന സുധാകരന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പം കൃത്യമായ ഒരു യുദ്ധം സുധാകരനെ മാറ്റുന്നതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. അത് KC വേണുഗോപാലിന്റെയും ഒരുപക്ഷെ VD സതീശന്റെയും ഒക്കെ അജണ്ടയാണ്. ആ അജണ്ട മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല, മാറ്റേണ്ട താല്പര്യമില്ല എന്ന് കണ്ടുകൊണ്ട് മുരളീധരൻ നിൽക്കുന്നു, ഹസൻ നിൽക്കുന്നു. അങ്ങനെ രണ്ട് ഗാങ്ങായിട്ട് നിൽക്കുകയും ഇയാളെ മാറ്റുന്നതിന് വേണ്ടി ഇന്നത്തെ വാർത്ത വരെ അനുസരിച്ച് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ആന്റോ ആന്റണി ആക്കണം, പ്രിയങ്കയുടെ നോമിനിയാണ് അവർ അദ്ദേഹം പറഞ്ഞു. ആന്റോ അങ്ങനെ മാറ്റാനുള്ള തീരുമാനം എടുത്തു വന്നപ്പോൾ പുള്ളി അവിടെ വിളിച്ചിരുത്തി സംസാരിച്ചു. പുള്ളി ഒരൊറ്റയടി ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ മാറത്തില്ല, എന്നെ മാറ്റാൻ പറ്റത്തില്ല, എനിക്ക് അസുഖമില്ല, എനിക്ക് പ്രശ്നങ്ങളില്ല, എന്നെ മാറ്റണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനി ഇയാളെ മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇയാൾക്ക് വേണ്ടി ഇപ്പൊ നമ്മുടെ അറിയാമല്ലോ SNDP എന്നുള്ള രീതിയിൽ ഇപ്പൊ അദ്ദേഹം ഇടപെടും, വെള്ളാപ്പള്ളി ഇടപെടും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കാണുന്ന വാർത്ത ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്ത ആര് പറഞ്ഞു KC വേണുഗോപാൽ ചോദിക്കും ഇതൊക്കെ പാർട്ടി വല്ലതും പറഞ്ഞു? ആര് പറഞ്ഞു? എത്ര കൃത്യമായിട്ടും അച്ചടക്കത്തോടു കൂടിയും ഗോപ്യമായിട്ടും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണെന്നറിയാം KC വേണുഗോപാൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. ആര് പറഞ്ഞു? ഞങ്ങളാരും തീരുമാനിച്ചില്ല. 9 വട്ടം അവനോട് തീരുമാനിച്ചതാ ഇയാള്, ഈ KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയും ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും പിന്നെ സോണിയാഗാന്ധി എല്ലാവരുടെ കൂടി തീരുമാനം. ഇയാളെ അറിയാൻ ഇയാൾക്ക് മൂടിക്കാളേണ്ട സ്വഭാവമുള്ള ആളാണ്, തൊഴിലുള്ള ഒരാളാണ് ഈ സുധാകരൻ എന്ന് പറയുന്നത്. ഇയാളെ അവിടുന്ന് ഇവരെല്ലാം കൂടെ പിടിച്ച് അവിടെ ഇരുന്ന് സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോ അവിടുന്ന് ഗ്ലാസ് തട്ടിക്കളഞ്ഞ് അവിടുന്ന് നീറ്റി പോന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു എനിക്കൊന്നും എന്നെ ആരും മാറ്റാൻ പറ്റില്ല, ഞാൻ മാറത്തില്ല, എന്താ കാണത്തിന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ അന്നേരം ആ KC വേണുഗോപാൽ പറഞ്ഞത് ആ പാടെ എങ്ങനെയും പൊത്തിപ്പിടിച്ച് പഴയ കളവന്മാരെല്ലാം കൊണ്ടുവന്ന് MLA ഒക്കെ ആക്കാൻ പറ്റുന്നതൊക്കെ ആക്കി ഒരു ഭൂരിപക്ഷമൊക്കെ ഉണ്ടാക്കി എങ്ങനെയും ഒരു മന്ത്രിസഭ ഉണ്ടാക്കി അവിടുന്ന് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടോ രാഹുൽ ഗാന്ധിയെ കൊണ്ടോ പറയിച്ച് മുഖ്യമന്ത്രി ആവാതിരിക്കുന്ന KC വേണുഗോപാൽ മനസ്സിലായി ആകെപ്പാടെ പണിയാവും. ഇയാള് തന്നെ ഇതെല്ലാം കലക്കി പ്രശ്നങ്ങളില്ലാതാവും. ഒന്നാമതേ സാഹചര്യം മൊത്തം LDF-ന് അനുകൂലം, മൂന്നാമതും വരുന്നതിന് വേണ്ടി അതിന് ആക്കം കൂട്ടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ആരും തീരുമാനിച്ചിട്ടില്ല. ഈ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നിടം വരെ സുധാകരൻ തന്നെ KPC പ്രസിഡന്റായിട്ട് ഇരിക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ KC വേണുഗോപാൽ പറഞ്ഞത്. ആര് പറഞ്ഞാലും മാറത്തില്ല, ഞാൻ തന്നെയാണ് KPC പ്രസിഡന്റ്. പിണറായി വിജയനെ ഇറക്കിയിട്ട് മാത്രമേ ഞാൻ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയത്തുള്ളൂ. അത് വളരെ ആര് പറഞ്ഞു സുധാകരൻ ഓർമ്മയിൽ ഈ പറയുന്ന വാചകം കൊണ്ട് തന്നെ നമുക്കറിയാം സുധാകരൻ വളരെ ബുദ്ധിയും ശക്തിയും ഓർമ്മയും പൂർണ്ണ ബുദ്ധിയും ഒക്കെ ഉള്ള ആളാണെന്ന്. പിണറായി വിജയനെ മാറ്റിയിട്ട് മാത്രമേ ഞാൻ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മരിക്കും വരെ KPC പ്രസിഡന്റായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിക്കുമെന്നുള്ള ബോധ്യം കൊണ്ടാണ് പറയുന്നത്. അതായത് പിണറായി മാറത്തില്ല, അടുത്ത പ്രാവശ്യവും പിണറായി തന്നെ അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഏതായാലും കോൺഗ്രസിന്റെ കാര്യം നമുക്ക് ഈ പറഞ്ഞ തമാശ സിനിമ കാണുന്നതിൽ ഇതിനു മുമ്പ് ഇതുപോലെ നമുക്ക് ചിരിക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗോഡ്ഫാദർ എന്ന് പറഞ്ഞ സിനിമ, മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ, നിങ്ങളുടെ സിനിമകൾ പോലെ കാണുമ്പോഴാണ് ഇപ്പൊ ഇത് കാണുമ്പോൾ അതിനെക്കാട്ടി കൂടുതലായിട്ട് ഒരു ചിരിയും സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. ഇത് പണ്ടാരം ഉടങ്ങി പോകത്തുള്ളില്ല. അങ്ങനെയുള്ള നാക്ക് ഭയങ്കരമായിട്ട് മുക്തഭാരതം, കോൺഗ്രസ് മുക്തഭാരതം, അയാൾ എന്ത് തീരുമാനിച്ചാലും നടക്കും. ഭയങ്കര ഒരു യോഗവും ജാതകവും ഉള്ളവനാണ്, എന്തുവാന്ന് എനിക്കറിയില്ല. അയാളാ പറഞ്ഞ് കോൺഗ്രസ് മുക്തഭാരതം. ഇവിടെങ്കിലും ഇച്ചിരിയെങ്കിലും മുക്കി അടിക്കാൻ പറ്റുന്ന സ്ഥലം കേരളമായിരുന്നു. അതിന്റെ കാര്യത്തിൽ തീരുമാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.